വാട്ട് ഈസ് വേഗസ് നെർവ്സ്? വേഗസ് നെർവ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് അറിയാം? അത് ഈ ഭയത്തിന് വൊമിറ്റിംഗ് സെൻസേഷൻ കൊണ്ടുവരുന്നത്. ഇല്ല, പൊതുവായിട്ട് വേഗസ് നെർവ് എന്ന് പറയുന്നത് അത് വന്ന് ക്രേനിയൽ നെർവിൽ 10ാമത് നെർവാണ്. ക്രേനിയൽ നെർവ് മിഡ് ബ്രെയിൻ ഇത് ചെയ്യുന്ന നെർവിൽ 10ാമത് നെർവ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ നെർവ് ക്രേനിയൽ നെർവ് ആക്ടിവേഷൻ ചെയ്യണമെങ്കിൽ ഒന്ന് അതിന് ഡയറക്റ്റ് ആ നെർവിന് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ഇപ്പം നെർവിനെ കുറിച്ച് ഉള്ള സ്റ്റഡിയുടെ പേര് ന്യൂറോളജി. ന്യൂറോളജി. പക്ഷെ അതിൽ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണമെന്നുള്ള ടെക്നിക്കില്ല. പക്ഷേ വർമ്മ ഇൻറ്റേർണൽ എനർജി മാനിപ്പുലേഷൻ അതിൽ കൂടെ മാത്രമേ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ഒക്കൂ. കാരണം വെച്ചാൽ ഇത് വന്ന് ക്രേനിയൽ നെർവ് 10ാമത് നെർവ്. ഇത് ഹാർട്ട്, ലങ്സ് ആൻഡ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ മെയിനായിട്ട് അത് കണക്റ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഹാർട്ട് വെരി ഇമ്പോർട്ടൻറ്റ്, അതുപോലെ ലങ്സ്, അതിന് ശേഷം ഡൈജസ്റ്റീവ് സിസ്റ്റം നല്ല രീതിയിൽ செயல்பടണമെങ്കിൽ ഈ നെർവിൻ്റെ ആക്ടിവിറ്റി ഇതിൽ എനർജി ഫ്ലോ നല്ലതായിരിക്കണം. ഇപ്പോൾ സാധാരണ ഇവിടെ ഇരിക്കുന്ന എനർജി ഫ്ലോ എന്തെന്ന് വെച്ചാൽ ബയോ കറണ്ടാണ് സാധാരണ എനർജി ഫ്ലോ ഈ നെർവസ് സിസ്റ്റത്തിൽ കൂടെ ഓടുന്നത്. നമ്മൾ ഈ അന്തർപത്മ ആക്ടിവേഷൻ, ആക്ച്വലി യോഗയിൽ ഇതിൻ്റെ പേര് അന്തർപത്മ ആക്ടിവേഷൻ. ഇത് മറ്റേ അനാട്ടമിക്കലായി പറയുകയാണെങ്കിൽ മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ വന്ന് അനാട്ടമിക്കാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ യോഗയിൽ അന്തർപത്മ ആക്ടിവേഷനാണ്. അപ്പോൾ അന്തർപത്മ ഇതെന്ന് പറയുമ്പോൾ അത് വന്ന് മിഡ് ബ്രെയിനിലിരിക്കുന്ന 12 തളമുള്ള ലോട്ടസ്. അപ്പോൾ ഇതിലാണ് ഈ ക്രേനിയൽ നെർവ്സ് എല്ലാം കണക്റ്റ് ആയിരിക്കുന്നത്. അതിൽ 10ാമത് തളത്തിൽ ഈ ക്രേനിയൽ നെർവ് കണക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വന്ന് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം വഴി ഇതിൽ വന്ന് കാസ്മിക് കറണ്ട് കൊണ്ടുവരുന്നു. ആൾറെഡി ബയോ കറണ്ടും ഉണ്ട്. ബയോ കറണ്ട് കുറവായിരുന്നാൽ അതിന് ചില പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഈ കാസ്മിക് കറണ്ട് നമ്മളതിൽ കണക്റ്റ് ചെയ്താൽ ആ നെർവ് സെൽസിലുള്ള ന്യൂറോൺസ് ഈ എനർജിയെ അതെടുത്ത് യൂസ് ചെയ്യും. അപ്പോൾ ഈ കാസ്മിക് കറണ്ട് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ പരമാണുവിൽ നിന്ന് നിരാധാരത്തിൽ നിന്ന് ഗുരുമണ്ഡലത്തിൽ നിന്ന് ബ്രഹ്മരന്ധ്രം വഴി ചിത്രണി നാഡി. അതാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൊക്കെ ചിത്രണി നാഡിയും ആ കലകൾ, ആ 12 തളത്തിലുള്ള കലകൾ, ആ കലകളോട് നമ്മൾ യോജിപ്പിക്കുകയാണ്, ജോയിൻ ചെയ്യാണ്. അതിനാണ് നമ്മൾ രംഗിണി മുദ്ര യൂസ് ചെയ്യുന്നത്. രംഗിണി മുദ്ര യൂസ് ചെയ്യുന്നത് മാത്രമല്ല, രംഗിണി എന്ന് പറഞ്ഞ ഒരു മന്ത്രവുമുണ്ട്. രംഗിണി മന്ത്രം എന്ന് പറഞ്ഞിട്ട് രംഗിണി മന്ത്രം കണക്റ്റഡ് ടു ബാല പരമേശ്വരി. അപ്പോൾ ബാല പരമേശ്വരിയുടെ മന്ത്രങ്ങളാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ചിത്രണി നാഡിയിലെ കൂടെ ഈ ബാല പരമേശ്വരിയുടെ എനർജിയാണ് ഫ്ലോ ആകുന്നത്. അപ്പോൾ ഈ ചിത്രണി നാഡി ആക്ടിവേറ്റ് ആയാൽ ഈ മറ്റേ ചിലങ്ക ശബ്ദം, ബാല പരമേശ്വരിയുടെ ചിലങ്ക ശബ്ദം കേൾക്കും. അതുപോലെ 5 കളറും അതിൽ പ്രൊജക്റ്റ് ആകും. അപ്പോൾ അതിനെ വന്ന് നമ്മൾ മറ്റേ കലകളോട് യോജിപ്പിക്കാൻ രംഗിണി മുദ്ര യൂസ് ചെയ്യുന്നു. ആ രംഗിണി മുദ്ര എന്നല്ല നിങ്ങൾക്ക് ആൾറെഡി അറിയാം. ആ രംഗിണി മുദ്ര വരുമ്പോൾ അത് നേരത്തെ ആണെങ്കിൽ നമ്മൾ സൂര്യകല, ചന്ദ്രകലയൊക്കെ യോജിപ്പിക്കാൻ ചെയ്തത് എന്തെന്ന് വെച്ചാൽ അത് വന്ന് വിദ്രാവണി മുദ്ര, ഇത് വന്ന് രംഗിണി മുദ്ര. കാരണം വെച്ചാൽ ഈ ബാല പരമേശ്വരിയുടെ എനർജി ആയതുകൊണ്ട് ഈ രംഗിണി മുദ്രയും അതിനുള്ള ബീജമന്ത്രങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ബീജമന്ത്രം നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ആ എനർജി ഇവിടെ ചിത്രണി നാഡിക്ക് വരും. അപ്പോൾ ചിത്രണി നാഡിക്ക് വന്ന എനർജി അതോട് മിഡ് ബ്രെയിനിൽ ഇരിക്കുന്ന കാർപ്പസ് കൊലാസം എന്ന് ഒരു
നെർവ് സെല്ലുകളുള്ള ഒരു ബഞ്ചസ്, അതിൽ മില്യൺ കണക്കിന് സെല്ലുകൾ ഇരിക്കുന്നു. ഈ സെല്ലുകളാണ് ലെഫ്റ്റ് ബ്രെയിൻ ആൻഡ് റൈറ്റ് ബ്രെയിൻ കോർഡിനേഷൻ ചെയ്യുന്നു. അതുമാത്രമല്ല, എല്ലാ ക്രേനിയൽ നെർവ്സിനും ഇത് വന്ന് എനർജി സപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ചിത്രണി നാഡിയിൽ വലിച്ചെടുക്കുന്ന ഈ കാസ്മിക് എനർജി ഈ കാർപ്പസ് കലോസം എന്ന് പറയുന്ന നെർവ് ബഞ്ചിന് ട്രാൻസ്ഫർ ആവും. അപ്പോൾ അത് ട്രാൻസ്ഫർ ആകുമ്പോൾ അത് വഴിയായിട്ട് നെർവ് സിസ്റ്റത്തിന് 12 ക്രേനിയൽ നെർവ്സിനും പോകും. അതിൽ പർട്ടിക്കുലറായി ഈ നെർവിന് ഇത് വരുമ്പോൾ എന്തെന്ന് വെച്ചാൽ ഹാർട്ട്, ലങ്സ്, സ്പ്ലീന്, ലിവർ, ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം കണക്റ്റ് ആവും. ഡൈജസ്റ്റീവ് എൻസൈംസ് എല്ലാം കറക്റ്റായിട്ട് സെക്രീഷൻ ആവും. അതായത് നിങ്ങൾക്ക് ഒவ்வொரு സ്റ്റേജിലും ഡൈജസ്റ്റ് ചെയ്താൽ ഒவ்வொரு സ്റ്റേജിലും അത് താഴോട്ടുള്ള മൂവ്മെൻറ്റ്, ബവൽ മൂവ്മെൻറ്റ് അത് വന്ന് ശരിയായിരിക്കും. അത് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് എന്ന് പറയും. ആ മൂവ്മെൻറ്റും ഇത് വന്ന് ശരിയാക്കും. പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റൊക്കെ ഇത് വന്ന് അത് സൂപ്പർവൈസ് ചെയ്യുന്നത് ക്രിഹറൻ എന്നുള്ള ഒരു വായുവാണ്. ആ വായു ഇതിലൂടെ കണക്റ്റാക്കി ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റൊക്കെ ചെയ്യും. അതുപോലെ ഇത് വന്ന് ലാർജ് ഇൻഡസ്ട്രിയിലും കണക്റ്റായിരിക്കുകയാണ്. അതൊന്ന് അവിടെ വന്ന് ടാക്സിൻ വന്നാൽ അതിനെ ബ്രെയിനിനെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ നെർവാണ്. അപ്പോൾ ഈ നെർവിന് സമമായിട്ട് ഉള്ള ഒരു നാഡി ചാനലുണ്ട്. അതാണ് ഗുരു നാഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗുരു നാഡിയിൽ എനർജി ഫ്ലോ വരും. അപ്പോൾ ഗുരുനാഡിയിൽ വന്ന് ഗുരുനാഡിയെക്കുറിച്ച് അറിഞ്ഞവനാണ് വർമ്മ ഗുരുജി. ഗുരുനാഡിയെ പഠിക്കാൻ അറിയുന്ന വർമ്മത്തിലുള്ള ഹയ്യസ്റ്റ് ആസാൻ, എൻ്റെ പേര് വർമ്മ ഗുരുജി. അപ്പോൾ ഗുരുനാഡിയിൽ എനർജി കൊണ്ടുവരണമെങ്കിൽ ഗുരുനാഡിയെ അവർക്ക് റീഡിങ് തന്നെ അവർ ചെയ്യുന്നു. പക്ഷേ നമ്മുടെ ശിവയോഗത്തിൽ കൂടെയാണ് ആ ഗുരുനാഡിയിൽ എനർജി ഫ്ലോ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ എനർജി കൊണ്ടുവരണമെങ്കിൽ ഈ മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ, ഈ ഗാന്ധി ചിത്രണി പ്ലസ് ഗാന്ധി കലയെ നമ്മൾ മെർജ് ചെയ്താൽ അതിനുള്ള ബീജമന്ത്രം ഓം ശ്രീ ഹ്രീം ഓം, ഈ മന്ത്രം പറഞ്ഞ് മറ്റേ രംഗിണി മുദ്രയും ചെയ്ത് വരുമ്പോൾ എനർജി എന്ത് ഈ അന്തർപത്മം 12 തളത്തിലും അപ്ലൈ ആവും. അപ്പോൾ 12 തളത്തിൽ ഇങ്ങനെ വരുമ്പോൾ 12 നെർവിനും സപ്ലൈ ആകും. അപ്പോൾ അതിൽ 10ാമത് ഇതിൽ സപ്ലൈ ആകുമ്പോൾ ഇതാണ് 10ാമത് നാഡി. ഇപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമാണ് 10ാമത് നാഡി ആക്ടിവേറ്റ് ചെയ്യുന്നതുള്ളത്. അപ്പോൾ ഈ നാഡി ചാനൽ, അതായത് ഈ കോസ്മിക് എനർജി ഗുരു നാഡിക്ക് ഫ്ലോ ആകും. അതിൻ്റെ പാരലലുള്ള നെർവസ് സിസ്റ്റമാണ് ഈ വേഗസ് നെർവ്. വേഗസ് നെർവ് എന്ന് പറയാൻ കാരണം അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആകും. ഇപ്പം നിങ്ങൾക്ക് മറ്റേ സ്ഥലങ്ങളിലുള്ള നെർവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആകാൻ പറ്റില്ല. ഇത് നിങ്ങളുടെ ചെസ്റ്റ്, വയർ ഇതിലുള്ളൊക്കെ നിങ്ങൾ കുനിയുമ്പോഴും നൂറുമ്പോഴും പല വർക്ക് ചെയ്യുമ്പോൾ അത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മൂവ് ആക്കണം. അതിനാണ് അങ്ങനെ മൂവ് ആകുന്നത് കൊണ്ടാണ് അതിന് പേര് വേഗസ് നെർവ്. വേഗബാണ്ട് എന്ന് പറയുന്നല്ലോ. ഒരു സ്ഥലത്ത് നിന്ന് ഇന്നൊരു സ്ഥലത്ത് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ആളിന് വേഗബാണ്ട്. എന്താണ് ഇംഗ്ലീഷിൽ വേഗബാണ്ട്, തമിഴിലാണെങ്കിൽ പരദേശി എന്ന് പറയും. മലയാളത്തിൽ എന്ത് വേർഡ് പറയും? എന്തോന്നാണ് ഒരു സ്ഥലത്ത് ഇപ്പോൾ മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ട്രൈബൽസ്, ഇതിനൊക്കെ എന്താണ് മലയാളം വേർഡ്? അപ്പോൾ അതുപോലെ തന്നെ ഈ നെർവ് ആക്ടിവേറ്റ്, ഇന്നത്തെ എനർജി നിങ്ങൾക്ക് ആക്ടിവേഷൻ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എനർജി ഹാർട്ട്, ലങ്സ്, ഡൈജസ്റ്റീവ് സിസ്റ്റം നല്ല രീതിയിൽ ഫീലാകാൻ കൂടുതൽ നേരം ചെയ്താലും നല്ലത് തന്നെ. അത് മതിയെന്ന് പറയുമ്പോൾ നിർത്തിക്കൊള്ളാം. അപ്പോൾ ആസ് യൂഷ്വൽ നമുക്ക് വന്ന് ഇപ്പോൾ